നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ്. അപ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോൺലെസ് പീസസ് എടുത്തിട്ട് നല്ല ഉപ്പും പുളിയും മധുരവും എരിവൊക്കെ ഉള്ള നല്ല അടിപൊളി സ്റ്റാർട്ടർ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് നീളത്തിലും അല്പം കനത്തിലായിട്ട്. അപ്പോൾ എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒരു പകുതി നാരങ്ങയും പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് എടുത്ത് വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് തിക്കും ആവരുത് ബാറ്റർ. അപ്പം വെള്ളം ആവശ്യത്തിന് മാത്രം അല്പാൽപ്പം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഈ ഒരു തിക്നെസ് മതിയാകും. ഒട്ടും ലംസ് ഇല്ലാതിരിക്കാൻ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതില്ല, ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. ഞാൻ ചേർത്ത് കൊടുത്തില്ല, ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായപ്പം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് മൈദ ബാറ്ററിൽ മുക്കി വെച്ച ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരുവിധം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇരുപുറവും ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. എന്നിട്ടിത് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. മിസാസ് കിച്ചൻ്റെ മറ്റു വീഡിയോസും കണ്ട് റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണേ. ഇപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 10-12 കാഷ്യൂ നട്ട്സ് നുറുക്കാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 3 ഉണക്കമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 6 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്താണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ 4 എടുത്തിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മീഡിയം സൈസ് സവാള ആണെങ്കിൽ 3 എടുത്താൽ മതി. എന്നിട്ട് ഇതും 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടായില്ല, 1 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എന്തായാലും ഒഴിച്ചു കൊടുത്തേക്കണേ. നമുക്ക് ഇതിനകത്ത് കുറച്ച് കളറും കൂടെ കിട്ടും. ഇനി 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചില്ലി സോസ് കുറവായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, എനിക്ക് നല്ല എരിവ് വേണം, അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിന് അല്പം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ഗ്രീൻ, റെഡ്, യെല്ലോ ബെൽ പെപ്പേഴ്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ സോസ് എടുത്ത പാത്രത്തിലാണ് വെള്ളം എടുത്തത്, അതാണ് ഈ ഒരു കളർ കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പം നമ്മുടെ ചിക്കനിലേക്കും നട്ട്സിലേക്കും നല്ല ഉപ്പും പുളിയും എരിവും മധുരം ഒക്കെ പിടിച്ചിട്ടുണ്ടാകും. നമ്മളിതിൽ വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല.
അപ്പോൾ അതാ നമ്മളൊഴിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ സോസൊക്കെ ചേർത്താൽ ഇത്തിരി ജ്യൂസി ആയിട്ടായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് ചൂടോടുകൂടി തന്നെ ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് എള്ളും കൂടി ഒന്ന് വിതറിക്കൊടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.